വിദ്യാർത്ഥി പ്രവേശനത്തിലും അധ്യാപക നിയമനത്തിലും നിലനിൽക്കുന്ന കോഴയെക്കുറിച്ച് പുനലൂരിൽ എസ്.എൻ. കോളേജിന്റെ ജൂബിലി ആഘോഷവേളയിൽ പിണറായി സൂചിപ്പിച്ചതിന് മറുപടിയായി മാനേജർ കൂടിയായ വെള്ളാപ്പള്ളി ചില തീരുമാനങ്ങൾ എടുത്തു. ഒന്ന്, എയ്ഡഡ് കോളേജുകളിലെ അധ്യാപക നിയമനം പൂർണ്ണമായും സർക്കാരിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. രണ്ട്, ഈ നിയമനം PSC നടത്തട്ടെ. വെള്ളാപ്പള്ളിയുടെ ഈ നിലപാട് മറ്റു സമുദായ മാനേജ്മെൻറ്റുകൾക്ക് കൂടി കൈക്കൊള്ളാവുന്നതാണ്. നിയമനത്തിന് കോഴ, അഡ്മിഷൻ കോഴ, ഞങ്ങൾക്കൊരു കോഴയും വേണ്ട, നിയമനവും വേണ്ട. ഞങ്ങളെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാം. സംവരണ തത്വം പാലിച്ചുകൊണ്ട് അവിടെ നിയമനം നടത്തട്ടെ, അഡ്മിഷൻ നടത്തട്ടെ. കോഴയുടെ തർക്കവും വേണ്ട. ഞങ്ങൾ കോഴയും മേടിക്കില്ല, ഞങ്ങൾ കോഴയും കൊടുക്കുന്നുമില്ല, മേടിക്കുന്നുമില്ല. പിന്നെ കോഴയും സംഭാവനയും തമ്മിൽ വ്യത്യാസമുണ്ട്. സംഭാവന തന്നെ വാങ്ങും, കോഴ മേടിക്കാറില്ല. കോഴ എന്നാൽ ചോദിച്ചു വാങ്ങുന്നതാണ്, സംഭാവന മനസ്സറിഞ്ഞ് തരുന്നതും. നിയമനത്തിന് വരുമ്പോൾ സംഭാവന മേടിക്കാറേ ഇല്ല. ആരോടും ഞങ്ങൾ സംഭാവന മേടിക്കാറില്ല, അഡ്മിഷൻ ഞങ്ങൾ മേടിക്കാറില്ല. ആരെങ്കിലും മനസ്സറിഞ്ഞ് കൊണ്ടുപോയിരുന്നത് ഞങ്ങൾക്ക് ആരെങ്കിലും സംഭാവന തന്നുകൊണ്ടല്ലേ കെട്ടിടങ്ങളെല്ലാം കിട്ടുന്നത്. ഈ കെട്ടിടങ്ങൾ അതെല്ലാം ഡൊണേഷനാണ്. വെള്ളാപ്പള്ളിയുടെ പേരിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടെങ്കിലും മെഡിക്കൽ കോളേജ് ഇല്ലാത്തതിനാൽ മെഡിക്കൽ സീറ്റിന്റെ പേരിൽ സംഭാവന വാങ്ങുന്നവർക്കെതിരെ ധൈര്യമായി പറയാം. എന്ത് ദാർഢ്യമായ സ്വഭാവത്തിലാണ് പറയുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ ഉടമസ്ഥരായ അബ്ദുൽ ഗഫൂർ തന്നെ കുറച്ച് പറച്ചിൽ കേട്ടാൽ അദ്ദേഹം ഈ രാജ്യത്ത് ഏതാണ്ട് വലിയ പപ്പുള്ളതാണെന്ന് തോന്നിപ്പോകും. അദ്ദേഹത്തിൻ്റെ ഭാഷയും ബോഡി ലാംഗ്വേജും പറച്ചിൽ കേട്ടാൽ തന്നെ അദ്ദേഹം പുണ്യവാളനായി പോകണമെന്ന് തോന്നും. അദ്ദേഹം തന്നെ പറഞ്ഞില്ല, ഞാനിത് പറയുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന്. ഒരു കുഴ മേടിക്കാത്ത ആളല്ലേ അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്തെ കോഴ, തലവരി, സംഭാവന എന്നെല്ലാം സൗകര്യപൂർവ്വം വിളിക്കാവുന്ന കൊള്ള നിയന്ത്രിക്കാൻ സർക്കാരിന് എല്ലാ പിന്തുണയും കൊടുക്കാൻ വെള്ളാപ്പള്ളി തയ്യാറാണെന്ന് പറയുന്നു. കോഴയ്ക്ക് സൗകര്യമൊരുക്കാൻ നിയമങ്ങൾ വരെ തയ്യാറാവുന്ന സ്ഥിതിക്ക് ഇതെല്ലാം നിർബാധം തുടരും പല പേരുകളിൽ. എന്തായാലും വെള്ളാപ്പള്ളിക്ക് ദൈവഭയം മാത്രമല്ല, ഭാര്യാഭയവും ഉണ്ടെന്ന് അടുത്തിടെ മനസ്സിലായി. ഭാര്യ വന്നു, അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും, ഞാൻ വരുന്നതിന് മുമ്പ് നിർത്തിയാന്ന്. അതുകൊണ്ട് എനിക്ക് ഭാര്യ വലിയ പേടിയാണ്. വൈദ്യുതി മന്ത്രി കടകംപള്ളിയെ ജണ്ട്, മാല, നാരങ്ങ എന്നിവയൊന്നും നൽകി സ്വീകരിക്കരുത്. വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട പൊതുപരിപാടികളിൽ മന്ത്രിയെയും മറ്റ് അതിഥികളെയും സ്വീകരിക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഒരു LED ബൾബ് നൽകാം. ഈ പൂച്ചെണ്ടിന് പകരം നമുക്ക് LED ലാമ്പുകൾ തന്നിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്നുള്ളതാണ് സത്യത്തിൽ. എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത്. നമുക്ക് പരമാവധി ഊർജം ലാഭിക്കുക. ഈ ഫിലമിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഈ കത്തുന്നതായിട്ടുള്ള ബൾബിൽ നിന്ന് LED നമ്മൾ പരമാവധി മാറുക. ഇപ്പോൾ സ്വീകരണമൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഒരു LED ലാമ്പ് സ്വീകരണത്തിന് പൂക്കൾ കൊടുക്കുന്നതിന് പകരമായിട്ട്, അല്ലെങ്കിൽ ഇത് നല്ല വിലയുള്ളതാണ് തന്നിട്ടുള്ള കാര്യം. അത്രയും വില ഉണ്ടാവില്ല ഒരു LED ലാമ്പിന്. ഇപ്പം ഞാൻ വൈദ്യുതി ബോർഡിലെ ജീവനക്കാരോട് എല്ലാവരോടും പറയുന്ന, വൈദ്യുതി ബോർഡിലെങ്കിലും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കണം. ഈ കൊച്ചു കലാകാരെല്ലാവരും അഭിനന്ദിക്കും. മന്ത്രിക്ക് ദേവസ്വത്തിൻ്റെ ചുമതല കൂടിയുണ്ട്. അവിടെ LED പറ്റില്ല, പൂർണ്ണ കുംഭം തന്നെ നൽകണം. ഇത് കേട്ട് ബിവറേജസ് കോർപ്പറേഷൻകാർ എക്സൈസ് മന്ത്രിയെ എങ്ങനെ സ്വീകരിക്കുമോ ആവോ. വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള. ഇനി ഉഴവൂരിൻ്റെ ഊഴം. BDJS-നെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഒരു ബീഡി പോലും വലിക്കാൻ നിവൃത്തിയില്ല. എന്തിനാ BDJS നിങ്ങൾ പറഞ്ഞ് കുഴപ്പിക്കാതെ? ഒന്ന് ആലോചിച്ച് നോക്കിയ വെള്ളാപ്പള്ളി എങ്ങനെ ഇരുന്ന മനുഷ്യനാണ്.